ബ്രോ 4 മാസമായി യു എയിൽ വന്നിട്ട് ഇതുവരെ ജോബൊന്നും ആയില്ല. മെന്റലി ഭയങ്കര പ്രഷറാണ്. ബ്രോയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ 4 മാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ 9 മാസം 10 മാസം വരെയൊക്കെ നിന്നിട്ട് ജോബ് കിട്ടിപ്പോയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരുപോലത്തെ സിറ്റുവേഷൻ ആവില്ല, അത് വേറെ കാര്യം. ജോബില്ല എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ച് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പോലെ ഗവൺമെന്റ് ആശുപത്രി ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ മറ്റേ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് എനിക്ക് ജോബുള്ള എൻ്റെ അഹങ്കാരവും അതുകൊണ്ടാവും നീ ഇങ്ങനെ പറഞ്ഞതെന്ന്. ഞാൻ ജോലി ഇല്ലാണ്ട് 1.5 വർഷം വീട്ടിലിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു അവസ്ഥ കറക്റ്റായിട്ട് മനസ്സിലാവും. യു എയിൽ ജോലി നോക്കണ ആളുകളടുത്തൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ആദ്യത്തെ ഒരു ജോലി കിട്ടാനുള്ള പ്രയാസം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ആ ജോലിയിൽ നിന്ന് 1 വർഷം 2 വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കണേക്കാളും കൂടുതൽ ശമ്പളം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ എത്ര ടെൻഷൻ അടിച്ചിട്ടോ എത്ര തലകുത്തി പോകണമെന്നൊന്നും കാര്യമില്ല. നമുക്കൊരു ടൈം ഉണ്ടാവും. ആ ഒരു റൈറ്റ് ടൈമിന് വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്കൊരു ജോബ് കിട്ടും. പിന്നെ ജോലി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ വെറുതെ വീട്ടുകാരെ വെറുതെ വിഷമിപ്പിക്കണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ജോലിക്ക് വന്നതിനുള്ള മെയിൻ പാർട്ട് നിങ്ങളുടെ വീട്ടുകാരല്ലേ. അപ്പോൾ ഹെൽത്തി ആയിട്ട് ജോബൊക്കെ സെർച്ച് ചെയ്യാൻ നോക്ക്.